എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നെല്ലിക്ക അച്ചാറാണ്. ഈ ഒരു അച്ചാറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളിത് നെല്ലിക്ക വാട്ടിയിട്ടല്ല തയ്യാറാക്കി എടുക്കുന്നത്. നെല്ലിക്കയുടെ ഒരു തരി പോലും ഗുണങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടാതെ പച്ചയോടുകൂടി തന്നെയാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നെല്ലിക്ക അച്ചാർ തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാൻ പാടുള്ളതല്ല. 2 ആഴ്ച കാലം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ട് തന്നെ നെല്ലിക്ക അച്ചാർ നമുക്ക് കഴിക്കാനും സാധിക്കുന്നതാണ്. ഇനിയിപ്പോ ഈ ഒരു അച്ചാറിലേക്ക് ഒരു തരി പോലും വിനാഗിരി ഒന്നും തന്നെ ചേർക്കുന്നുമില്ല. വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമാണ്. നല്ലൊരു അച്ചാർ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് നെല്ലിക്ക അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1 കിലോ അളവിൽ നെല്ലിക്ക കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അച്ചാർ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അച്ചാറിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവരുത്. നെല്ലിക്ക എടുക്കുമ്പോൾ കഴുകി തുടച്ചതിന് ശേഷമായിരിക്കണം നെല്ലിക്ക ഉപയോഗിക്കേണ്ടതും. ഞാനിവിടെ നെല്ലിക്ക തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ രാവിലെ ആയപ്പോൾ നല്ലതുപോലെ കഴുകി ഒന്ന് തുടച്ചൊക്കെ വെച്ചിരിക്കുവാണ്. ഇനി നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് കട്ട് ചെയ്ത് ഇതിന്റെ കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ നെല്ലിക്ക ഞാനിവിടെ കുരുവെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. നമുക്ക് കുരു കളയുമ്പോൾ നമ്മുടെ കയ്യിൽ കറയൊക്കെ ആകാൻ സാധ്യതയുണ്ട്. ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് പുരട്ടി വെക്കാം. കല്ലുപ്പാണ് നമ്മൾ ചേർക്കുന്നത്. കല്ലുപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലതുപോലെ കുടഞ്ഞ് വെക്കാം. കൈയിട്ടൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലെ തന്നെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അച്ചാർ തയ്യാറാക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പാകമാണിത്. എടുക്കുന്ന തവിക്കൊന്നും ഒരു തരി പോലും വെള്ളത്തിന്റെ അംശം ഉണ്ടാകരുത്. അങ്ങനെ നമ്മൾ ഉപ്പ് പുരട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു അരമണിക്കൂർ നേരത്തേക്ക് നെല്ലിക്ക ഇതുപോലെ തന്നെ അനക്കാതെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മറ്റുള്ള ചേരുവകളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനിയിപ്പോൾ നെല്ലിക്ക ഒന്ന് വാടിക്കിട്ടണം. നമ്മളിത് അടുപ്പിലൊന്നും വെച്ച് വാട്ടിയൊന്നും എടുക്കുന്നില്ല. ഇനി ഞാൻ ഈ നെല്ലിക്ക ഒന്ന് മൂടി മാറ്റി വെക്കുവാണ്. അങ്ങനെ ഇവിടെ നെല്ലിക്ക ഉപ്പ് പുരട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നെല്ലിക്കയിലേക്ക് ഉപ്പെല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൽ നിന്നും കുറച്ച് വെള്ളമെല്ലാം ഊറിയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർക്കാനുള്ള പൊടികളൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. ഇനി നമുക്ക് പൊടികളായിട്ട് വേണ്ടത് 3 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും, ഇതൊരു 30 ഗ്രാം അളവുണ്ട്. 1 സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടിയുമാണ്. അതുപോലെ 1 സ്പൂൺ അളവില് ഉലുവ, കടുക്, ഈ ഒരു കാര്യങ്ങളെല്ലാം 1/4 ടീസ്പൂൺ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണം കട്ടക്കായം ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് കട്ടക്കായം ഇല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവില് കായപ്പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ പൊടികൾ ഒന്ന് ചൂടാക്കി എടുക്കണം. പൊടികളൊന്ന് വറുത്തെടുക്കാനുള്ള പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പൊടികൾ ചേർക്കാം. തീ കുറച്ച് വെച്ച് തന്നെ നമുക്ക് ഈ പൊടികളൊന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്ത് വറുത്തെടുക്കരുത്. വറുത്തെടുക്കുന്നതോടൊപ്പം തന്നെ ഒരു ബോള് വെളുത്തുള്ളി നമുക്കിതിലേക്ക് ചേർക്കാം. വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ വറുത്തെടുക്കാം. വെളുത്തുള്ളി ഇതുപോലെ ചേർത്തിട്ടുള്ളത് അതിലുള്ള വെള്ളമയൊക്കെ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ മുളക് പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കുടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു പൊടികള് നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന നെല്ലിക്കയിലേക്കാണ് ചേർക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ വറുത്തെടുത്തിട്ടുള്ള പൊടികള് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന നെല്ലിക്കയിലേക്ക് ചേർക്കാം. പൊടികള് നെല്ലിക്കയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊടികളും നെല്ലിക്കയും കൂടി ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിലാണ് കേട്ടോ നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ നല്ലോണം തന്നെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിലാണ് നെല്ലിക്ക ഇരിക്കുന്നത്. നമുക്കിതൊന്ന് മാറ്റിയതിന് ശേഷം കുറച്ച് നല്ലെണ്ണ തിളപ്പിച്ചെടുക്കാം. പാനിലേക്ക് നമുക്ക് കുറഞ്ഞളവിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 50 ഗ്രാം അളവിൽ ഇപ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വരണം. നല്ലെണ്ണ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ നെല്ലിക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കിയും കൂടെ യോജിപ്പിച്ചു കൊടുക്കാം. നെല്ലിക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ടും. എണ്ണ എല്ലാ ഭാഗത്തേക്കും എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ചൂടാറി വരുമ്പോൾ ഒന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. അച്ചാറിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കുവാണ്. ഇനി നമുക്ക് നാളെ വീണ്ടും ഇതുപോലെ തന്നെ ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുപ്പികളിലേക്ക് മാറ്റാവുന്നതാണ്. അച്ചാറിന്റെ ഈ ഒരു നമ്മൾ ചേർത്തിട്ടുള്ള എണ്ണയുടെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. ഇന്ന് ഒന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. നാളെയാണ് നമുക്ക് ഈ അച്ചാറൊന്ന് മൂടി തുറന്ന് നോക്കേണ്ടതും.
അങ്ങനെ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഒരു ദിവസം മുഴുവനും ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് ഈ മൂടിയൊന്ന് തുറന്നു നോക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ അച്ചാർ ഇതുപോലൊരു പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. കണ്ടോ, നമ്മൾ ഈ നെല്ലിക്ക വേവിക്കാതെ തന്നെയാണ് അച്ചാർ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അച്ചാറിലേക്ക് നല്ല പോലെ ഉപ്പൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് വിനാഗിരിയും ചേർത്തിട്ടില്ല. ഇനി ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് നമുക്ക് ഈ അച്ചാർ മാറ്റാവുന്നതാണ്. കുപ്പിയൊക്കെ എടുക്കുമ്പോൾ നല്ലതുപോലെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുത്തിട്ടുള്ള കുപ്പിയായിരിക്കണം. അച്ചാർ നിറയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കുപ്പി നല്ലതുപോലെ വിനാഗിരി ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷമായിരിക്കണം ഈ ഒരു രീതിയിൽ നിറച്ചെടുക്കേണ്ടതും. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരുപാട് കാലത്തേക്ക് നമുക്ക് അച്ചാർ ഒരു കേടുപാട് കൂടാതെയും സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാത്തിരിക്കുക.